ഹലോ ഗൈസ്, അപ്പൊ നമ്മളെ പാട്ടുവിലെ വിശേഷങ്ങളാണ് ഗൈസ്. പാട്ടുവിലെ മെയിൻ കാര്യം നമ്മളെ സ്പെക്സ് ആയിരുന്നു. ഈ സ്പെക്സിമാരെ ക്ലിഫിന്റെ തലയിട്ട് പൊട്ടിച്ചു. അവസാനം ഞാൻ ഇക്കാക്ക് സമാധാനം പറയേണ്ട വന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ ആദ്യം റാംബോക്കാണ് ഗൈസ് കാണാൻ പോകുന്നത്. അവനെന്തോ കാണിക്കുന്നത് അവനെ അറിയത്തില്ല. അതിന്റെ ഇടയ്ക്ക് നമ്മൾ അഫ്സലിന് വിശക്കെന്ന് പറഞ്ഞാൽ അവനല്ലാതാകും എന്നുള്ള രീതിയിൽ നമ്മൾ നേരെ ഗണിച്ച് നമ്മൾ നേരെ മന്തിക്കടയിലേക്ക് വിട്ടു ഗൈസ് കൊല്ലത്ത്. അതിന്റെ ഇടയ്ക്ക് അമീന്റെ ഡ്രൈവിംഗ് സ്കില്ല്, ഈ സ്കില്ല് കാരണം നമ്മൾ ചത്തില്ലാന്നേ ഉള്ളൂ. പിന്നെ നമ്മൾ എങ്ങനെയോ കൊല്ലത്ത് റാഹത്തി എത്തിയപ്പോഴത്തേക്കാണ് നമ്മൾ ഒടുക്കത്തെ തിരക്ക്. അങ്ങനെ അവസാനം നമ്മൾ അരമണിക്കൂർ വെയിറ്റ് ചെയ്യേണ്ട വന്നു ടോക്കണൊക്കെ എടുത്ത്. അതിന്റെ ഇടയ്ക്ക് അമലിന്റെ ഉവൈസിന്റെ റൊമാൻസ് ആണ് ഗൈസ് നിങ്ങൾ കാണുന്നത്. ബട്ട് ഇതെല്ലാം സഹിക്കാം. നമ്മൾ ആദ്യത്തെ വായനോടാണ് ഗൈസ് ഒട്ടും സഹിക്കാൻ പറ്റില്ല. ഇവന്റെ ഫേസ് നേരെ ആണെങ്കിൽ ഇവന്റെ കണ്ണുമൂക്കെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടാണ്. ഇവനെ പോലത്തെ വായ നോക്കി ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ബട്ട് അതിന്റെ അടുത്ത് തന്നെ വേറെ ഒരുത്തമുണ്ട്. രാവിലെ തൊട്ട് ഏതോ പെണ്ണുമായിട്ടുള്ള സൊള്ളിങ് ആണ്, നമുക്ക് അറിയത്തില്ല. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അമല് ഞാൻ മന്തിയിട്ടില്ലെങ്കിൽ ഞാൻ ഇപ്പൊ കരയെന്നുള്ള രീതിയിൽ. പിന്നെ നമ്മളെ വ്ളോഗൊക്കെ എടുത്ത് നമ്മളെ ഉവൈസ് ആയിരുന്നു. അവന്റെ അഭിപ്രായം എന്ന് വെച്ചാൽ ബാക്കിയുള്ളവരുടെ പാത്രത്തിലായിരുന്നു ഏറ്റവും കൂടുതൽ മന്തി, ഇവന്റെ പാത്രത്തിൽ ഒട്ടും മന്തി ഇല്ലാതുള്ള രീതിയിലായിരുന്നു. അങ്ങനെ അവസാനം മന്തിയൊക്കെ കഴിച്ച് നമ്മൾ നേരെ റാഹത്തായിട്ട് നമ്മൾ വീട്ടിലേക്ക് വിട്ടു ഗൈസ്. അപ്പൊ പിന്നെ കാണാട്ടോ.